ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 342. നമ്മൾ 63ാമത്തെ ഉപനിഷത്തായിട്ട് ചാന്തോകോപനിഷത്താണ് നോക്കുന്നത്. അതിൽ അധ്യായം 2 8ഉം 9ഉമാണ് ഇന്ന് നോക്കുന്നത്. ഇതിൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിനെയും, പ്രപഞ്ചമെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് സോമത്താലാണ്. സോമം എന്ന് പറയുന്നത് അതുണ്ടാക്കുന്നതിന് അടിസ്ഥാന വസ്തുവിനാണ് സോമം എന്ന് പറയുന്നത്. ഏത് വസ്തു ഉണ്ടാക്കണ്ടെങ്കിൽ അതിന് അടിസ്ഥാനപരമായ ചില വസ്തുക്കൾ വേണം. ഉദാഹരണമായിട്ട് ചോറുണ്ടാക്കണ്ടെങ്കിൽ അരിയും വെള്ളവും വേണം. പ്രപഞ്ചം ഉണ്ടാക്കണ്ടെങ്കിൽ ആ വസ്തുക്കൾക്കാണ് സോമം എന്ന് പറയുന്നത്. അപ്പം സോമത്താലാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രപഞ്ചം തന്നെ സോമമാണ്. അപ്പം ഈ പ്രപഞ്ചത്തെ നമ്മൾ നേരത്തെ 5ആയിട്ട് തരംതിരിച്ചിട്ട് നമ്മൾ കണ്ടു. ഇനി ഇവിടെ പ്രപഞ്ചത്തെ, അതായത് ഈ പ്രപഞ്ചമാകുന്ന ഈ സോമത്തെ 7ആയിട്ട് തരംതിരിച്ചുകൊണ്ട് പറയാൻ പോവുകയാണ്. അപ്പം 7 അക്ഷരങ്ങൾ വെച്ചുകൊണ്ടാണ് എല്ലാം പറയുന്നത്. അപ്പം ആദ്യം 7 വിധമുള്ള സോമങ്ങളുടെ ഉപാസനയെ പറ്റി പറയുകയാണ്. അപ്പം അതിൽ വാക്കായ സോമത്തെ 7 വിധത്തിൽ ഉപാസിക്കാം. അപ്പം ഇവിടെ വാക്കുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ ശാസ്ത്ര തത്വങ്ങളെല്ലാം 7ആയിട്ട് തരംതിരിച്ചുകൊണ്ടാണ് പറയുന്നത്. നമ്മളിപ്പം ജീവജാലങ്ങളെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനും 3ആയിട്ട് തിരിക്കാം. എങ്ങനെ? ഭൂമി, സ്വർഗം, പാതാളം, അല്ലെ ഭൂതം, ഭാവി, വർത്തമാനം, ഇങ്ങനെയെല്ലാം തിരിക്കാം. 5ആയിട്ട് തിരിക്കാം. പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണെന്ന് പറയാം. ഇവിടെ 7ആയിട്ട് തിരിക്കുമ്പോൾ 7 അക്ഷരങ്ങൾ കൊണ്ട്, അതിനെല്ലാം 7 അക്ഷരങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് പറയാൻ പോവുകയാണ്. അങ്ങനെ 7ആയിട്ട് തിരിക്കുമ്പോൾ വാക്ക്, അതായത് ഓരോന്നിനും പേര് കൊടുക്കുന്ന, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും 7ആയിട്ട് തിരിച്ചിട്ട് 7 ഗ്രൂപ്പായിട്ട്, കൂട്ടങ്ങളായിട്ട് തിരിച്ചിട്ട് അതിന് ഓരോ പേര് കൊടുക്കുമ്പോൾ വാക്കുകൾ, ഹിം എന്ന വാക്കിൻ്റെ വിശേഷണം ഹിങ്കാരം. പിന്നെ ഉപയോഗിക്കുന്ന വാക്കാണ് പ്ര എന്ന വിശേഷം പ്രസ്താവം. ആ എന്ന വിശേഷം ആദിയാകുന്നു. ഉത് എന്നത് ഉദ്ഗീതം. പ്രതി എന്നത് പ്രതിഹാരം. ഉപ എന്നത് ഉപദ്രവം. നീ എന്നത് നിധനം. അപ്പം എല്ലാം സയൻസിൽ വാക്കുകളായിട്ടാണ് തരംതിരിക്കുക. അങ്ങനെ 7 വാക്കുകളായിട്ട് തരംതിരിച്ചുകൊണ്ടാണ് ഇനി പറയാൻ പോകുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ ഹൈഡ്രജൻ H എന്ന് പറയും, ഓക്സിജൻ O എന്ന് പറയും. അങ്ങനെ അതുപോലെ തന്നെ അതിൻ്റെ ഓരോ അക്ഷരങ്ങൾ. ഇങ്ങനെ വാക്കിനെ 7ആയിട്ട് ആര് ഉപാസിക്കുന്നുവോ അവൻ അന്നമുള്ളവരായിത്തീരുന്നു എന്ന് പറയുകയാണ് പൊതുവെ. അതായത് ഇത് മനസ്സിലാക്കണം സത്യം. 7 ഗ്രൂപ്പ് ആക്കുമ്പോൾ 7 അക്ഷരങ്ങളെ കൊണ്ട് ഹിങ്കാരം, പ്രസ്താവം, ആദി, ഉദ്ഗീതം, പ്രതിഹാരം, ഉപദ്രവം, നിദാനം, ഇങ്ങനെ 7ആയിട്ട് തിരിച്ചിട്ടാണ് ഇനി പറയാൻ പോകുന്നത്. ഇനി 9ാമത്തെ ഖണ്ഡത്തിൽ പറയുകയാണ്, ആദിത്യനെ 7 വിധമുള്ള സാമമായി ഉപാസിക്കുന്നു. അപ്പൊ ആദിത്യനിൽ നിന്ന് വരുന്ന, സൂര്യനിൽ നിന്നാണല്ലോ ഈ പ്രപഞ്ചത്തിന്റെ എല്ലാം നിയന്ത്രണങ്ങൾ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള എല്ലാത്തിനെയും 7ആയി കണ്ടുകൊണ്ട് ഉപാസിക്കാൻ പോവുകയാണ്. ആദിത്യൻ സാമത്തെ പോലെ എല്ലായ്പ്പോഴും ഒരുപോലെ ഇരിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സാമം എപ്പോഴും, അടിസ്ഥാന വസ്തു എപ്പോഴും ഒന്ന് തന്നെയാണ്. അതേപോലെ തന്നെ സൂര്യനും അടിസ്ഥാനപരമായ വസ്തുവാണ്. ഈ ആദിത്യനെയാണ് എല്ലാ ഭൂതങ്ങളും അനുഗമിക്കുന്നത്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം സൂര്യനെ അനുഗമിച്ചുകൊണ്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അങ്ങനെ ഇരിക്കുന്ന സൂര്യനെ 7ആയിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. ഈ സൂര്യൻ, ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്ന സൂര്യനെ 7ആയിട്ട് തിരിച്ചിരിക്കുകയാണ്. ജ്യോതിഷത്തിൽ നമുക്കറിയാം 12ആയിട്ട് തിരിച്ചിട്ടുണ്ട്. മേടം, ഇടവം, മിഥുനം, ഇങ്ങനെ സൂര്യനെ 12 സൂര്യന്മാരായിട്ട് തിരിച്ചിട്ടുണ്ട്, 12 രാശികളായിട്ട്. ഓരോ സ്ഥലത്ത് നിൽക്കുമ്പോൾ, സൂര്യൻ ഓരോ സ്ഥലത്ത് നിൽക്കുമ്പോൾ അതിന് ഓരോ രാശിയുടെ പേരും കൊടുത്തിട്ട് മേടം, ഇടവം എന്നിങ്ങ് തിരിച്ചിട്ടുണ്ട്. ഇനി ഒരു ദിവസം തന്നെ സൂര്യൻ ഉദിച്ചിട്ട് അസ്തമിക്കുന്നത് വരെയുള്ളതിനെ 7ആയി തിരിച്ചിട്ടുണ്ട്. കാരണം ഉദിക്കുന്ന സൂര്യൻ്റെ സ്വഭാവമല്ല അസ്തമയ സൂര്യനുള്ളത്, നട്ടുച്ചൊക്കുള്ള സൂര്യൻ്റെ സ്വഭാവമല്ല അതിൻ്റെ ഇടക്കുള്ളത്.
അപ്പം അതിനെ ഏഴായി തിരിച്ചിട്ടുണ്ട്. 7 സ്വഭാവ വിശേഷങ്ങളാണ്. അങ്ങനെ ഉപാസിക്കണം. സൂര്യൻ ഒന്നാണെന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. രാവിലത്തെ സൂര്യനല്ല ഉച്ചക്കുള്ള സൂര്യൻ. രാവിലത്തെ സൂര്യനെ നമ്മൾ കൊള്ളണം. വൈറ്റമിൻ എല്ലാം ഉണ്ടാണ്ടെങ്കിൽ രാവിലെ സൂര്യ വെളിച്ചം കൊള്ളണം എന്ന് പറയില്ല. എന്നാൽ നട്ടുച്ചക്കുള്ള സൂര്യനെ കൊണ്ടാലോ സ്കിന്നിന് അസുഖങ്ങളെല്ലാം വരും. അപ്പം സൂര്യൻ ഒന്നേ ഉള്ളൂ എങ്കിലും അതിൻ്റെ പൊസിഷൻ അനുസരിച്ച് അത് വ്യത്യസ്തമായിട്ട് അങ്ങനെ ഏഴായിട്ട് തിരിച്ചിരിക്കും. ഇത് തന്നെയാണ് ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനം. അങ്ങനെ തിരിക്കുമ്പോൾ ഉദയത്തിന് മുമ്പുള്ള സൂര്യനാണ് ഹിംകാരം. പേര് പറഞ്ഞല്ലോ, ഏഴായിട്ട് തിരിച്ചിട്ട് ഹിംകാരമാണ് ഉദയത്തിന് മുമ്പിലുള്ള സൂര്യൻ. ആ അവസരത്തിൽ പശുക്കൾ അനുഗമിക്കുന്നു. അതായത് പശുക്കളെല്ലാം, ജീവജാലങ്ങളെല്ലാം രാവിലെ എഴുന്നേൽക്കും. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ള ആ സൂര്യനാണ് പശുക്കളെയെല്ലാം ഉണർത്തുന്നത്. അതിനാൽ പശുക്കൾ ഹിം എന്ന് ശബ്ദം പുറപ്പെടുവിക്കുന്നു. അത് ചുമ്മാ ഭംഗ്യന്തരേണ പറഞ്ഞതാണ്. പശുക്കളെ അതുകൊണ്ടാണ് ഹിം എന്നാക്കുന്നത്. രാവിലെ എണീച്ചിട്ട് ഹിം എന്നാക്കും, സൂര്യൻ ഉദിക്കുന്നതിനെക്കാട്ടി മുമ്പിൽ. ഇത് അതിനെ ഭജിക്കുന്നതിൻ്റെ ശീലമാണ്. ഇനി അപ്പൊ ഉദിക്കുന്നതിന് മുമ്പിലുള്ള ജസ്റ്റ് മുമ്പിലുള്ള സൂര്യനാണ് ഹിംകാരം. അതിനൊരു പ്രത്യേക സ്വഭാവമാണ്. ഉദിക്കുമ്പോഴുള്ള രൂപം പ്രസ്താവ്യമാകുന്നു. ആ ഉദിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ തലവെളിയിൽ കാണിക്കുന്ന സമയം. സൂര്യനെ നോക്കുമ്പോൾ ഉദിച്ചു വരുന്ന സൂര്യന് മറ്റേനെക്കാട്ടിയും കുറച്ച് വ്യത്യാസമുണ്ട്. ഉദിക്കുമ്പോഴുള്ള സൂര്യൻ പ്രസ്താവമാണ് എന്ന് പറയാണ്. രണ്ടാമത്തെ രൂപത്തിൽ ഉപാസിക്കണം. അത് വേറൊരു തരം സൂര്യനാണ്. അപ്പോൾ മനുഷ്യർ പ്രശംസയും ഉന്നതിയും ആഗ്രഹിക്കുന്നു. സൂര്യൻ ഉദിക്കുമ്പോഴാണ് നമ്മൾ പ്രശംസയും ഉന്നതിയെല്ലാം ആഗ്രഹിക്കുന്നത്. ആ സൂര്യൻ തല വെളിയിൽ കാണിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യണം, നമുക്ക് ഉന്നതി നേടണം, നമുക്ക് പ്രശംസ നേടണം എന്നുള്ള ചിന്താഗതികളെല്ലാം നമ്മളിൽ അന്നത്തെ ദിവസം ഇനി ചാടി എണീച്ച് എന്തെങ്കിലും ചെയ്യണം, അത് ആഗ്രഹിക്കുന്നു. അപ്പോഴവന് ആദിത്യന്റെ പ്രസ്താവം ലഭിക്കുന്നു. അതുകൊണ്ടാണ് പ്രസ്താവം എന്ന് പറഞ്ഞത്. ഇനി രശ്മികൾ ഒന്നിച്ചു കൂടുന്ന സമയം ആദിയാകുന്നു. രശ്മികൾ ഒന്നിച്ചു കൂടും. ഉദിക്കുമ്പോൾ കുറച്ച് ആ ഭാഗത്തുള്ള രശ്മികളേ ഉള്ളൂ. ഉദിച്ച് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് രശ്മികളായി. ആ സമയം മൂന്നാമത്തെ അവസ്ഥ. അപ്പോൾ പക്ഷികൾ അനുഗതരാകുന്നു. അതിനാൽ പക്ഷികൾ യാതൊരു അലംഭാവവും കൂടാതെ ആകാശത്തിൽ സഞ്ചരിക്കുന്നു. അങ്ങനെ സൂര്യൻ ഉദിച്ച് രശ്മികളെല്ലാം ഒന്നായി തീരുമ്പോൾ പക്ഷികൾ എന്താവും? ശ്രീയായിട്ട് ആകാശത്തിലൂടെ ഒരു ഭയം കൂടാതെ സഞ്ചരിക്കും. അപ്പം അത് മൂന്നാമത്തെ സൂര്യൻ്റെ അവസ്ഥ. അപ്പം സൂര്യനെ ഒന്നായിട്ട് കണ്ടുകൂടാ, ഇങ്ങനെ 7 തരത്തിലുള്ള സൂര്യനായിട്ട് കാണണം എന്ന് പറയുകയാണ്. അങ്ങനെയുള്ളതിലാണ് അടുത്ത അവസ്ഥ പറഞ്ഞത്. ഇനി ഋജുവായ മധ്യാഹ്നത്തിൽ ആദിത്യന്റെ രൂപം ഉദ്ഗീതമാവുന്നു. നേരെ മധ്യത്ത് തലക്ക് മുകളിൽ സൂര്യൻ വരുമ്പോൾ അതൊരവസ്ഥയാണ്. അതിനാണ് ഉദ്ഗീതം എന്ന് പറയുന്നത്. അപ്പോഴാണ് മനുഷ്യന് ഉയർന്ന് ചിന്തിക്കുക. അതിൻ്റെ മാക്സിമം സ്റ്റേജാണ്. അപ്പോഴാണ് സൂര്യന് ഏറ്റവും ഉയർന്ന ബലമുള്ളത്. അതുകൊണ്ടാണ് അതിന് ഉദ്ഗീതം എന്ന് പറയുന്നത്. അപ്പോൾ ദേവന്മാർ അനുഗതരാകുന്നു. അപ്പോഴുള്ള അതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അപ്പോഴെല്ലാവരും സ്റ്റഡിയായ അവസ്ഥയിൽ. രാവിലെയെല്ലാം ഭയങ്കര ചലനാത്മകമാണ്. എന്നാൽ നട്ടുച്ചക്ക് എല്ലാവരും ഇരുന്ന് ഒന്ന് ചിന്തിക്കാൻ പറ്റുന്ന, അത് ദേവന്മാരുടെ അവസ്ഥയാണ്. പ്രജാപതിയുടെ കർമ്മങ്ങളിൽ അപ്പോഴവൻ ശ്രേഷ്ഠമാണ്. അതാണ് ശ്രേഷ്ഠമായ കർമ്മത്തിൻ്റെ സ്ഥായിയായ അവസ്ഥ. മറ്റെല്ലാം ചലനാത്മകമാണ്. ഉച്ചക്കാകുമ്പോൾ സ്റ്റഡിയാവും മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെല്ലാം. അതാണ് ഉദ്ഗീതം. ഇനി ഉച്ചക്ക് മേൽ വൈകുന്നേരത്തിന് മുൻപ് രൂപം പ്രതിഹാരമാകുന്നു. ഉച്ചക്ക് മേൽ വൈകുന്നേരത്തിന് മുൻപ് സൂര്യന്റെ രൂപം പ്രതിഹാരമാകുന്നു. അപ്പോൾ ഗർഭങ്ങൾ അനുഗതരാകുന്നു. ഗർഭങ്ങൾ പിന്നോട്ട് മുകളിലോട്ട് പിടിക്കപ്പെടുന്നു, കീഴ്പോട്ട് വീഴുന്നില്ല. ആ സമയത്ത് സാധാരണ ഗർഭം എങ്ങോട്ടേക്കാണ് പോകേണ്ടത്? താഴത്തോട്ടല്ലേ പോകേണ്ടത്.
പക്ഷെ ആ സമയത്ത് ഇത് മുകളിലേക്ക് പിടിക്കപ്പെടുന്നു. ആ പറഞ്ഞതിൻ്റെ അർത്ഥം രാവിലെയുള്ള സൂര്യൻ്റെ ഉച്ചവരെയുള്ള സൂര്യൻ ഒരു ദശയിലേക്കാണ് ആകർഷിക്കുന്നതെങ്കിൽ അപ്പുറത്തേക്ക് കടക്കുമ്പം എതിര് ദശയിലേക്കാണ് വീഴുക. അപ്പോൾ ഉച്ച കഴിയുമ്പോൾ എതിര് ദേശം നമ്മളിപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ ചിന്തിക്കുമ്പോൾ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് വീട്ടിലേക്ക് വരേണ്ട ടെൻഡൻസി ആയിരിക്കും. അതാണ് ഗർഭം സാധാരണ താഴത്തോട്ടേക്ക് പോവുകയാണെങ്കിൽ ഇത് മുകളിലോട്ടേക്ക് പിടിക്കുമെന്ന് പറഞ്ഞത്. ഉപമ വെച്ച് പറയുന്നതായിട്ട് കണ്ടാൽ മതി. അതായത് രാവിലത്തെ സൂര്യൻ്റെ ഉച്ചക്ക് മുമ്പിലുള്ള സൂര്യൻ്റെ സ്വഭാവം മാറിപ്പോയി, നേരെ എതിര് ദശയായി പോവുകയാണ്. അതുകൊണ്ടാണ് രാവിലെ ഓഫീസിൽ പോകുമ്പോൾ വൈകുന്നേരം തിരിച്ചു വരുന്നത്. ഉച്ച കഴിയുമ്പം തിരിച്ചു വരേണ്ട ടെൻഡൻസിയാണ്. അതാണ് ഗർഭം മുകളിലേക്ക് പിടിക്കുന്നു, വീഴുന്നില്ല, നേരെ എതിരാണ്. അപ്പം അതാണ് വേറെ. അത് ഉച്ചക്ക് മേൽ വൈകുന്നേരത്തിന് മുമ്പുള്ള രൂപം പ്രതിഹാരമാണ്. അപ്പോൾ ഗർഭങ്ങൾ അനുഗതരാകുന്നു. ഗർഭം അല്ല, അത് പറഞ്ഞല്ലോ, ഉച്ചക്ക് മേൽ വൈകുന്നേരത്തിന് മുമ്പ്. അത് ഗർഭങ്ങൾ പിന്നോട്ട് മുകളിലേക്ക് പിടിക്കപ്പെടുന്നു, കീഴോട്ട് വീഴുന്നില്ല. വൈകുന്നേരം അസ്തമനത്തിന് മുമ്പുള്ളത് ഉപദ്രവമാകുന്നു. അതിനാൽ അവൻ പുരുഷനെ അഭയമായി കണ്ടുകൊണ്ട് തിരിച്ചു വരുന്നു. അത് ഉപദ്രവമാണ്. ആ സമയം ഏത്? വൈകുന്നേരം മുതൽ അസ്തമയം വരെയുള്ള സമയം. അപ്പോഴും നമ്മൾ കാണുന്നത് പശുക്കളെല്ലാം നമ്മളെ വിശ്വസിച്ചുകൊണ്ട്, മനുഷ്യനെ വിശ്വസിച്ചുകൊണ്ട് തിരിച്ചു വരികയാണ്. ഇതേ പുരുഷനെ, പ്രകൃതിയെ വിശ്വസിച്ചുകൊണ്ട് എല്ലാം പിന്നോട്ടേക്ക് തിരിച്ചു വരികയാണ്. കർമ്മങ്ങളെല്ലാം അവസാനിപ്പിച്ചിട്ട് തന്നിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് ആ സമയത്ത്. ഇനി അസ്തമിക്കാൻ തുടങ്ങുമ്പോൾ ഏഴാമത്തതാണ് നിധനം. അപ്പോൾ പിതൃക്കൾ അനുഗതരാകുന്നു. പിതൃക്കൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലഘട്ടം, ആ ദിവസം കഴിഞ്ഞുപോയി. അപ്പം ആ ദിവസത്തിൻ്റെ പിതൃക്കൾക്ക് സമാനമാണ് ആ സമയം, സന്ധ്യാസമയം. അന്നത്തെ കർമ്മങ്ങളെല്ലാം തീർന്നു. ആ ദിവസത്തിൻ്റെ അന്ത്യം പിതൃക്കൾക്ക് സമാനം. പിതൃക്കൾ കർമ്മം ചെയ്ത് തീർന്നവരാണല്ലോ. അതേപോലെ ആ ദിവസത്തിൻ്റെ കർമ്മങ്ങൾ തീർന്ന സമയമാണത്. അതുകൊണ്ട് പിതൃക്കൾക്ക് അനുഗതരാകുന്നു. ഈ തരത്തിൽ സൂര്യനെ പലതായി 7 തരത്തിൽ ഉപാസിക്കുന്നവന് അവൻ ആദിത്യനു സമനായിത്തീരും. അതായത് അവൻ സൂര്യൻ തന്നെയാണ്. സൂര്യനാണ് നമ്മളെല്ലാം നിയന്ത്രിക്കുന്നത്. ഞാൻ സൂര്യൻ തന്നെയാണ്. സൂര്യനാണ് എന്നെ കൊണ്ട് ഉള്ളിലിരുന്നു കൊണ്ട് എന്നെ ഇങ്ങനെയെല്ലാം ചെയ്യിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ എന്നതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല, എല്ലാം ആ സൂര്യനാണ്. അപ്പോൾ ആ സൂര്യന് സമാനമായി നമ്മളും മാറ്റപ്പെടുന്നു.